ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ചിന്റെ ഡേ 28 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, LDC 100 Days ചലഞ്ച് ഡേ 28 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേൾഡ് വാർ ഫസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ PSC ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വേൾഡ് വാർ 1 പറ്റി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഒന്നാം ലോക മഹായുദ്ധം. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങള് ലോക രാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യങ്ങളും അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദങ്ങളും. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ത്രികക്ഷി സഖ്യവും അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദവുമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങൾ 2 ത്രികക്ഷി സഖ്യവും അതുപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദവും പഠിക്കുക. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങളാണ്. ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ആരൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നീ രാജ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങൾ. ഒന്നുകൂടി പറയാം, കൃത്യമായിട്ട് പഠിക്കണേ സുഹൃത്തുക്കളെ. PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്ന ഒരു മേഖലയാണ്. ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവരായിരുന്നു. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. ജർമ്മനി ത്രികക്ഷി സഖ്യത്തോട് ഹായ് എന്ന് പറഞ്ഞു എന്നങ്ങ് പഠിക്കുക. ജർമ്മനി ത്രികക്ഷി സഖ്യത്തോട് ഹായ് എന്നങ്ങ് പറഞ്ഞു എന്നങ്ങ് പഠിക്കുക. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. എന്താ സുഹൃത്തുക്കളെ കോഡ് പറഞ്ഞത്? ജർമ്മനി ത്രികക്ഷി സഖ്യത്തോട് ഹായ് എന്ന് പറഞ്ഞു എന്നങ്ങ് പഠിക്കുക. അതിൽ ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി തന്നെയാണ്. ഹായിലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗറി, അതുപോലെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ, അതുപോലെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയുമാണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയുമാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവയാണ്. ഇത് പഠിക്കാനുള്ള ഈസി കോഡ് എന്താണ്? ജർമ്മനി ത്രികക്ഷി സഖ്യത്തോട് ഹായ് എന്ന് പറഞ്ഞു എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗറി, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ത്രികക്ഷി സൗഹാർദ്ദ രാജ്യങ്ങള്. ത്രികക്ഷി സൗഹാർദ്ദ രാജ്യങ്ങള്. ത്രികക്ഷി സൗഹാർദ്ദ രാജ്യങ്ങളുടെ ഭാഗമായി വരുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതും ത്രികക്ഷി സൗഹാർദ്ദമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്: താഴെ പറയുന്നവയിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിന്റെ ഭാഗമല്ലാത്ത രാജ്യം ഏതാണ് എന്ന് ചോദിച്ചിട്ട് 3 ഓപ്ഷൻ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും തന്നിരിക്കും. അതിനോടൊപ്പം മറ്റൊരു തെറ്റായ ഉത്തരവും തന്നിരിക്കും. അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയുമാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയുമാണ്. അല്ലെങ്കിൽ റെഫറൻസിന്റെ ഷോർട്ട് ഫോം ആയ റെഫ് എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാലും മതി. ത്രികക്ഷി സൗഹാർദ്ദം എപ്പോഴും റെഫർ ചെയ്യുമെന്നങ്ങ് പഠിക്കുക, അല്ലെങ്കിൽ റെഫ് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ R എന്ന് പറഞ്ഞാൽ റഷ്യ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്, അതുപോലെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ്. അപ്പോൾ റെഫ് എന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യങ്ങൾ ഭയങ്കര റഫ് ആണെന്നങ്ങ് പഠിച്ചു വെക്കുക. ഭയങ്കര റഫ് ആണെന്നങ്ങ് പഠിച്ചു വെക്കുക. REF റഫ് ആണെന്നങ്ങ് പഠിച്ചു വെക്കുക. ഇത്തരം സൈന്യങ്ങളുടെ രൂപീകരണത്തോടുകൂടി യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. അവർ വിനാശകാരികളായ പുതിയ തരം ആയുധങ്ങൾ നിർമ്മിക്കുകയും
ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഇത്തരം സൈന്യങ്ങളുടെ രൂപീകരണത്തോടുകൂടി യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും അവർ വിനാശകാരികളായ പുതിയ തരം ആയുധങ്ങൾ നിർമ്മിക്കുകയും ആയുധങ്ങൾ അമിതമായി വാങ്ങിക്കൂട്ടുകയും ചെയ്തു. പഠിക്കുക. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുടെ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് തീവ്ര ദേശീയത. പഠിച്ചോളണേ. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചുവെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീവ്ര ദേശീയത. എന്താണ്? തീവ്രമായ ദേശീയത വളർത്തിയെടുക്കുക എന്നതാണ് അവർ ചെയ്തത്. എന്താ സുഹൃത്തുക്കളെ തീവ്ര ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതിനെ തീവ്ര ദേശീയത എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതിനെ തീവ്ര ദേശീയത എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ് എന്നും സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ തീവ്ര ദേശീയതയുടെ പ്രത്യേകത എന്താണ്? സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നും സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന തീവ്ര ദേശീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സാമ്രാജ്യത്വ മത്സരത്തിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് തീവ്ര ദേശീയത. തീവ്ര ദേശീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കാനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതിനെ തീവ്ര ദേശീയത എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ് എന്നും സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് തീവ്ര ദേശീയതയുടെ പ്രത്യേകത. പഠിക്കുക. തീവ്ര ദേശീയതയുടെ ഫലമായി രൂപം കൊണ്ട ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ പ്രധാന പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോ തീവ്ര ദേശീയത വളർന്നതോടുകൂടി അതിന്റെ ഫലമായിട്ട് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് 3 പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അവയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇത് 3ഉം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ സ്ലാവ് പ്രസ്ഥാനം ഒരുപാട് തവണ PSC റിപ്പീറ്റ് ആയി പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്: താഴെ പറയുന്നവയിൽ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്. ഉത്തരം പാൻ സ്ലാവ് പ്രസ്ഥാനം, അല്ലെങ്കിൽ പാൻ ജർമ്മൻ പ്രസ്ഥാനം, അല്ലെങ്കിൽ പ്രതികാര പ്രസ്ഥാനം. പഠിക്കുക. നമുക്ക് ആദ്യമായി നോക്കാനുള്ളത് പാൻ സ്ലാവ് പ്രസ്ഥാനം എന്തെന്നാണ്. എന്താ പറഞ്ഞത്? പാൻ സ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളെ സ്ലാവ് വംശരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. ഇതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. ഒന്നുകൂടി പറയാം. കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളായ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളെ അവിടെ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കുന്നതിന് വേണ്ടി ആരാണ്? റഷ്യ ആഗ്രഹിച്ചു. ഇതിനായി ഈ മേഖലയിലെ റഷ്യൻ സഹായത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോ പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം ആരാണ്? റഷ്യയാണ്. പഠിക്കുക. എവിടെയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം പ്രധാനമായിട്ടും രൂപം കൊടുത്തത്? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് മുതലായ രാജ്യങ്ങളാണ്. ഒന്നുകൂടി പറയാം. പാൻ സ്ലാവ് പ്രസ്ഥാനം എന്തെന്ന് ചോദിച്ചാല് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. ഇതിനായി ഈ മേഖലയിലെ റഷ്യൻ സഹായത്തോട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോ പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ച രാജ്യം അല്ലെങ്കിൽ രൂപം നൽകിയ രാജ്യം ആരാണ്? റഷ്യയാണ്. എവിടെയാണത് രൂപം നൽകിയത്? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലാണ്. പഠിക്കുക. അടുത്തതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലെ ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗമാണ് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നത്. ഇതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലെ ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ജർമ്മനി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു.
ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത്. ഇതിനായിട്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യമാരാണ്? ജർമ്മനിയാണ്. പഠിക്കുക. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യമാരാണ്? ജർമ്മനിയാണ്. പഠിക്കുക. അടുത്തതാണ് പ്രതികാര പ്രസ്ഥാനം. എന്താണ് പ്രതികാര പ്രസ്ഥാനം? 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും ആൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിരുന്നു. ഇത് തിരികെ പിടിക്കാനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും 2 പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അതാണ് ആൽസൈസും അതുപോലെ തന്നെ ലൊറൈനും. ആരൊക്കെയാണ്? ആൽസൈസും ലൊറൈൻ എന്നീ പ്രദേശങ്ങളെ ആര് പിടിച്ചെടുത്തു? ജർമ്മനി ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തി. അതിനുശേഷം അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസ് നേതൃത്വം നൽകി ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പ്രതികാര പ്രസ്ഥാനം. അതായത് ജർമ്മനി ചെയ്തതിനെ തിരിച്ചു പ്രതികാരം ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പ്രതികാര പ്രസ്ഥാനം. അപ്പോ പ്രതികാര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. പ്രതികാര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ രാജ്യമാരാ സുഹൃത്തുക്കളെ? അത് ഫ്രാൻസ് ആണ് എന്നങ്ങ് പഠിക്കുക. പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? റഷ്യയാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം ജർമ്മനിയാണ്. പ്രതികാര പ്രസ്ഥാനത്തിന് രൂപം നൽകിയ രാജ്യം ആരാണ്? ഫ്രാൻസ് ആണ്. പഠിക്കുക സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് PSC സ്ഥിരം ചോദിക്കുന്ന മേഖലയാണ്. 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പ്രതിസന്ധികൾ. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മൊറോക്കൻ പ്രതിസന്ധി. എന്താണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് നമുക്കൊന്ന് നോക്കാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒപ്പുവെച്ച രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ കരാർ ഒപ്പുവെച്ചു. ആ രഹസ്യ കരാർ പ്രകാരം മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ഫ്രാൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഇത് ആരംഗീകരിച്ചില്ല? ജർമ്മനി അംഗീകരിച്ചില്ല. കാരണം ജർമ്മനിക്ക് മൊറോക്കോയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് ജർമ്മനി ഈ കാര്യം അംഗീകരിച്ചില്ല. ജർമ്മനി മൊറോക്കൻ തുറമുഖമായ അഗറീറ്റിലേക്ക് ജർമ്മൻ യുദ്ധക്കപ്പലുകൾ അയച്ചതിനെ തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതിനെ മൊറോക്കൻ പ്രതിസന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അത് ഫ്രാൻസും ജർമ്മനിയുമാണ്. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാ സുഹൃത്തുക്കളെ? ഫ്രാൻസും ജർമ്മനിയുമാണ്. ഒന്നുകൂടി പറയാം. മൊറോക്കൻ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. ജർമ്മനി മൊറോക്കൻ തുറമുഖമായ അഗറീറ്റിലേക്ക് ജർമ്മൻ യുദ്ധക്കപ്പലുകൾ അയച്ചതിനെ തുടർന്ന് അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങള് ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം എന്ത് ചെയ്തു? പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതിനെ മൊറോക്കൻ പ്രതിസന്ധി എന്നറിയപ്പെടുന്നു. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാ സുഹൃത്തുക്കളെ? ഫ്രാൻസും ജർമ്മനിയുമാണ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്തതാണ് ബാൽക്കൻ പ്രതിസന്ധി. എന്താണ് ബാൽക്കൻ പ്രതിസന്ധി? നമുക്ക് നോക്കാം എന്താണ് ബാൽക്കൻ പ്രതിസന്ധി എന്ന്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്താണ് ബാൽക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. എവിടെയാ ബാൽക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്താണ് ബാൽക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1912 ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇത് ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഇതിനെ ബാൽക്കൻ പ്രതിസന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താ സുഹൃത്തുക്കളെ ബാൽക്കൻ പ്രതിസന്ധി എന്ന് ചോദിച്ചാല്
ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അതിബൃഹത്തായ ഒരു മേഖലയാണ് ബാൽക്കൻ മേഖല. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ബാൽക്കൻ മേഖല ആദ്യകാലത്ത് ആരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു? ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 1912 ബാൽക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തുകയും എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ബാൽക്കൻ സഖ്യ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? ചെന്നിട്ട് തുർക്കിയെ അടിച്ച് പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? ബാൽക്കൻ മേഖല പിടിച്ചെടുത്തു. പക്ഷെ ഈ ബാൽക്കൻ മേഖല എങ്ങനെ പങ്കിട്ടെടുക്കണം എന്നുള്ളതിന് ഈ സഖ്യരാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇത് ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ബാൽക്കൻ പ്രതിസന്ധി എന്ന് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ കുറച്ചു നേരമായിട്ട് ബാൽക്കൻ പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ബാൽക്കൻ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ ബാൽക്കൻ രാഷ്ട്രങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നീ രാജ്യങ്ങളായിരുന്നു ബാൽക്കൻ രാഷ്ട്രങ്ങൾ. ഏതൊക്കെയാണ്? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നിവയായിരുന്നു. ഒന്നുകൂടി പറയാം, ബാൽക്കൻ രാഷ്ട്രങ്ങൾ ഏതൊക്കെയായിരുന്നു? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നിവയായിരുന്നു. ബാൽക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് സെർബിയയെ സഹായിച്ച രാജ്യം റഷ്യയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ബാൽക്കൻ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി സെർബിയയെ സഹായിച്ച രാജ്യം ആരാണ്? റഷ്യയാണ്. ബാൽക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് ഓസ്ട്രിയയെ സഹായിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ബാൽക്കൻ പ്രദേശങ്ങളെ പിടിച്ചെടുക്കുന്നതിന് ഓസ്ട്രിയയെ സഹായിച്ച രാജ്യമാരെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഒന്നുകൂടി പറയാം, ബാൽക്കൻ രാഷ്ട്രങ്ങൾ, അതായത് ബാൽക്കൻ പിടിച്ചെടുക്കുന്നതിന് ആരുടെ കയ്യിൽ നിന്നാ? ഓട്ടോമൻ തുർക്കികളുടെ കയ്യിൽ നിന്നും ബാൽക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്തു. ആ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നീ രാജ്യങ്ങളായിരുന്നു. ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഈ ബാൽക്കൻ പ്രദേശത്തിനെ എങ്ങനെ മുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റണമെന്നുള്ള തർക്കത്തില് ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോൾ പല വലിയ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? ഇവരെ സഹായിക്കാനെത്തി. അങ്ങനെ ബാൽക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് സെർബിയയെ സഹായിക്കാൻ വന്ന രാജ്യമാണ് റഷ്യ. എന്നാൽ ഈ ഒരു യുദ്ധത്തിലും ഇല്ലാതെ വെറുതെ നോക്കിക്കൊണ്ടിരുന്ന ഓസ്ട്രിയയ്ക്ക് ആരുടെ മേൽ ആഗ്രഹം വന്നു? ബാൽക്കൻ മേഖലയുടെ മേൽ ആഗ്രഹം വന്നു. അങ്ങനെ ബാൽക്കൻ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് ഓസ്ട്രിയയെ സഹായിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായ സംഭവത്തെ പറ്റിയാണ്. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായ സംഭവമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെഡ്രിനാൻഡിന്റെ കൊലപാതകമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെഡ്രിനാൻഡിന്റെ കൊലപാതകമാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമെന്ന് നമ്മുടെ ഹിസ്റ്റോറിയൻസ് പറയുന്നു. ഫ്രാൻസിസ് ഫെഡ്രിനാൻഡിന്റെ കൊലപാതകം നടന്ന പ്രദേശമായിരുന്നു ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോ എന്ന പ്രദേശം. പഠിച്ചോളനെ, ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം നടന്ന പ്രദേശം ഏതാണ്? ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സാരയാവോ എന്ന പ്രദേശമാണ്. ഒന്നുകൂടി സ്ഥലം കേട്ടോളനെ, സാരയാവോ എന്ന പ്രദേശം. ഫ്രാൻസ് ഫെർഡിനാൻഡിനെ കൊലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഒരു സെർബിയൻ യുവാവായിട്ടുള്ള ഗാബിലോ പ്രിൻസപ്പസ് ആണ്. പഠിച്ചോളനെ, ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സെർബിയൻ യുവാവായിട്ടുള്ള ഗാബിലോ പ്രിൻസപ്പസ് ആണ്. ആരാണ്? സെർബിയൻ യുവാവായിട്ടുള്ള ഗാബിലോ പ്രിൻസപ്പസ് ആണ്. ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച തീയതി 1914 ജൂലൈ 28. സുഹൃത്തുക്കളെ, ഓസ്ട്രിയയുടെ കിരീടാവകാശിയായി കൊന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ഓസ്ട്രിയ സെർബിയയുടെ മേലും മിണ്ടാതിരിക്കും. അവരെന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ജൂലൈ മാസം 28 തീയതിയാണ് ഓസ്ട്രിയ സെർബിയയ്ക്ക് മേലെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി ഓരോ രാഷ്ട്രങ്ങളും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ലോകത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി തീർന്നു. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? ഈ ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ 1914 ജൂലൈ 28 യുദ്ധം ആരംഭിച്ചു. അപ്പോ ഒരു തീപ്പൊരി എന്നുള്ള രീതിയിൽ ഈ സെർബിയ ഓസ്ട്രിയ യുദ്ധം ആരംഭിച്ചതോടുകൂടി
ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ലോകത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1918 നവംബർ 11 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്. ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 1918 നവംബർ 11 ഒന്നാം ലോക മഹായുദ്ധം ഒഫീഷ്യലായിട്ട് അവസാനിച്ചതായിട്ട് പറയുന്നത് കേട്ടോ. എത്രയിലാണ്? 1918 നവംബർ 11 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകമാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന കാരണമായി പറയപ്പെടുന്നു. ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം നടന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോ എന്ന പ്രദേശത്ത് വെച്ചാണ്. ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ കൊലപ്പെടുത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ സെർബിയൻ യുവാവായ ഗാവിലോ പ്രിൻസപ്പസ് ആണ്. ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച തീയതി 1914 ജൂലൈ 28. ഇതോടുകൂടി ഓരോ രാഷ്ട്രങ്ങളും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി തീരുകയും അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1918 നവംബർ 11 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചാരൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് മാതാ ഹരി. പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാതാ ഹരിയാണ്. അവരുടെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗതേര ഗ്രിട്രൂഡ മക്ലിഡോസ് എന്നാണ്. പഠിച്ചോളണം, ഒത്തിരി വലിയ പേരാണ്. മക്ലിയോഡ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചാരൻ എന്നറിയപ്പെടുന്നത് മാതാ ഹരിയാണ്. ഇങ്ങനെയാണ് PSC ചോദിച്ചിട്ടുള്ളത്, മാതാ ഹരി എന്നാണ്. എന്നാൽ അവരുടെ യഥാർത്ഥ പേരെന്തെന്ന് ചോദിച്ചാല് മാർഗതേര ഗിർട്രൂഡ മക്ലിയോഡ് എന്നാണ്. മാർഗതേര ഗിർട്രൂഡ മക്ലിയോഡ് എന്നാണ്. വലിയ പേരാണല്ലേ, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 1917 ഏപ്രിൽ 4 ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള നടപടിയെ പിന്തുണച്ചുകൊണ്ട് സെനറ്റ് വോട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്. പഠിച്ചോളനെ. 1917 ഏപ്രിൽ 4 ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സെനറ്റ് വോട്ട് ചെയ്ത രാജ്യം എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യം സഖ്യശക്തികളായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ ഏതായിരുന്നു? സഖ്യശക്തി രാജ്യങ്ങളായിരുന്നു. ആരാണ്? സഖ്യശക്തി രാജ്യങ്ങളായിരുന്നു. 8.5 ലക്ഷത്തിലധികം സൈനികരുടെ മരണത്തിലൂടെയാണ് സഖ്യശക്തികൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയം കണ്ടത്. 8.5 ലക്ഷത്തിലധികം സൈനികരുടെ മരണത്തിലൂടെയാണ് സഖ്യശക്തികൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ സഖ്യകക്ഷികളും അനുബന്ധ ശക്തികളും ജർമ്മനിയും ഒപ്പുവെച്ച കരാറാണ് വെർസൈൽസ് ഉടമ്പടി. പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ സഖ്യകക്ഷികളും അനുബന്ധ ശക്തികളും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വെർസൈൽസ് ഉടമ്പടി. ഉടമ്പടിയുടെ പേരെന്താണ്? വെർസൈൽസ് ഉടമ്പടി. വെർസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1919 ജൂൺ 28. വെർസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1919 ജൂൺ 28. ഇത് എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫ്രാൻസിലെ വെർസൈസ് കൊട്ടാരത്തിൽ വെച്ചാണ് ഇത് ഒപ്പുവെച്ചത്. 1920 ജനുവരി 10 ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇത്രയും വെർസൈൽസ് ഉടമ്പടിയുമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ചാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാതാ ഹരിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ പേരെന്താണ്? മാർഗതേര ഗിർട്രൂഡ മക്ലിഡോഡ് എന്നാണ്. 1917 ഏപ്രിൽ 4 ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള നടപടിയെ പിന്തുണച്ചുകൊണ്ട് സെനറ്റ് വോട്ട് ചെയ്ത രാജ്യം അമേരിക്ക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ ഏതാണ്? സഖ്യശക്തി രാജ്യങ്ങളാണ്. 8.5 ലക്ഷത്തിലധികം സൈനികരുടെ മരണത്തിലൂടെയാണ് സഖ്യശക്തികൾ ഒന്നാം ലോക മഹായുദ്ധം വിജയിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ സഖ്യകക്ഷികളും അനുബന്ധ ശക്തികളും ജർമ്മനിയും ഒപ്പുവെച്ച കരാറാണ് വെർസൈൽസ് ഉടമ്പടി എന്ന് പറയുന്നത്. വെർസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1919 ജൂൺ 28. ഇത് എവിടെ വെച്ചാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരത്തിൽ വെച്ചാണ് ഒപ്പുവെച്ചത്. അതുപോലെ 1920 ജനുവരി 10 ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധങ്ങളാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റു പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ യുദ്ധങ്ങളെല്ലാം പല പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധങ്ങളാണ് സോം യുദ്ധം, ടാനൻബർഗ് യുദ്ധം, ഗാലിപ്പോളി യുദ്ധം,
വെർഡൂൺ യുദ്ധം. ഏതൊക്കെയാണ്? സോം യുദ്ധം, ടാനർബർഗ് യുദ്ധം, ഗാലിപ്പോളി യുദ്ധം, വെർഡൂൺ യുദ്ധം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധങ്ങളാണ് സോം യുദ്ധം, ടാനർബർഗ് യുദ്ധം, ഗാലിപ്പോളി യുദ്ധം, അതുപോലെ വെർഡൂൺ യുദ്ധം പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ച രാജ്യങ്ങളായിരുന്നു നോർവേ, ഡെൻമാർക്ക്, മെക്സിക്കോ പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ച, അതായത് രണ്ട് കൂട്ടരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യങ്ങൾ എന്ന് നമുക്ക് പറയാം. അവ ആരൊക്കെയാണ്? നോർവേയും ഡെൻമാർക്കും മെക്സിക്കോയുമാണ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ റഷ്യയുടെ സാർ നിക്കോളാസ് രണ്ടാമൻ, ജർമ്മനിയിലെ കൈസർ വിൽഹെം ചക്രവർത്തി, ഓസ്ട്രിയയിലെ ചാൾസ് ചക്രവർത്തി, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താൻ എന്നിങ്ങനെ 4 രാജവാഴ്ചകൾ അപ്പോൾ തന്നെ അവസാനിച്ചു കേട്ടോ. ഒന്നുകൂടി പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടുകൂടി റഷ്യയിലെ സാർ നിക്കോളാസ് രണ്ടാമന്റെ ഭരണം, ജർമ്മനിയിലെ കൈസർ വിൽഹേമിന്റെ ഭരണം, ഓസ്ട്രിയയിലെ ചാൾസ് ചക്രവർത്തിയുടെ ഭരണം, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താൻ ഭരണം എന്നിങ്ങനെ 4 രാജവാഴ്ചകൾ എന്ത് ചെയ്തു? അവസാനിച്ചു. പഴയ സാമ്രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രിയ ഹംഗറിയെ വിവിധ സ്വതന്ത്ര രാജ്യങ്ങളായി കൊത്തിയെടുത്ത പോലെ പുതിയ രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടു. പഴയ സാമ്രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രിയയും ഹംഗറിയും എന്താണ്? പുതിയ സ്വതന്ത്രമായ രാഷ്ട്രമായി മാറിയതുപോലെ പുതിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിഭജിക്കപ്പെട്ടു. റഷ്യയും ജർമ്മനിയും പോളണ്ടിന് ഭൂമി നൽകി. റഷ്യയും ജർമ്മനിയും പോളണ്ടിന് ഭൂമി നൽകി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായി. ഇമ്പോർട്ടന്റ് ആണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള് ഗ്രേറ്റ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായി. ഇടത് ഒട്ടോമൻ സാമ്രാജ്യം തുർക്കി എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. ഇടത് ഒട്ടോമൻ സാമ്രാജ്യം തുർക്കി എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട 4 രാജവാഴ്ച അവസാനിച്ചു. ഏതൊക്കെയാണത്? റഷ്യയിലെ സാർ നിക്കോളാസ് രണ്ടാമൻ, ജർമ്മനിയിലെ കൈസർ വിൽഹം, ഓസ്ട്രിയയിലെ ചാൾസ് ചക്രവർത്തിമാർ, അതുപോലെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താൻമാർ എന്നിങ്ങനെ 4 രാജവാഴ്ച ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി അവസാനിച്ചു. പഴയ സാമ്രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രിയ, ഹംഗറി എന്നീ രാജ്യങ്ങള് സ്വതന്ത്രമാക്കപ്പെട്ടതുപോലെ പുതിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിഭജിക്കപ്പെട്ടു. റഷ്യയും ജർമ്മനിയും പോളണ്ടിന് ഭൂമി നൽകി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നിയന്ത്രണം ഗ്രേറ്റ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായി. ഇടത് ഒട്ടോമൻ സാമ്രാജ്യം തുർക്കിയായി മാറ്റപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. അത് നമുക്കറിയാലോ. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൃഷിയും വ്യവസായം, വാർത്താവിനിമയം എന്നീ മേഖലകൾ തകർന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നാണയപ്പെരുപ്പവും വർദ്ധിച്ചു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം എന്ത് ചെയ്തു? ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തപ്പെട്ടു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. ലീഗ് ഓഫ് നേഷൻസിനെ പറ്റിയും UN പറ്റിയും നമുക്ക് വിശദമായിട്ടൊരു ക്ലാസ് എടുക്കാം. ഇപ്പൊ സുഹൃത്തുക്കൾ ഇത് മാത്രം പഠിക്കുക. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. ഒന്നുകൂടി പറയാം. കൃഷിയും വ്യവസായവും വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് വേഴ്സായ് ഉടമ്പടി. എന്താണ് വേഴ്സായ് ഉടമ്പടി എന്ന് PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. വേഴ്സായ് ഉടമ്പടി
ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും പരാജിത രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജർമ്മനി വിജയിച്ചല്ലോ, ആ വിജയിച്ച ജർമ്മനിയും പരാജിത രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919 ജൂൺ മാസം 28. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919 ജൂൺ മാസം 28. വേഴ്സായ് ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾക്ക് വീതിച്ചു കൊടുത്തു. ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. യുദ്ധനഷ്ടപരിഹാരമായിട്ട് വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈമാറി. ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങളെ സഖ്യകക്ഷികൾക്ക് കൈക്കലാക്കി, അല്ലെങ്കിൽ അവർക്ക് കൈമാറി. എല്ലാറ്റിനുമുപരി യുദ്ധം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. എല്ലാറ്റിനുമുപരി യുദ്ധം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. വേഴ്സായ് ഉടമ്പടി പ്രകാരം. ഒന്നുകൂടി പറയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും പരാജിത രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി എന്നറിയപ്പെടുന്നത്. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919 ജൂൺ മാസം 28. വേഴ്സായ് ഉടമ്പടി പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധ നഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഒന്നാം ലോക മഹായുദ്ധവും അതുമായി ബന്ധപ്പെട്ട് വന്ന സാമ്പത്തിക മാന്ദ്യവും. ഒന്നാം ലോക മഹായുദ്ധവും അതുമായി ബന്ധപ്പെട്ട് വന്ന സാമ്പത്തിക മാന്ദ്യവും. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു അതുവരെ. അതിനു പകരം അമേരിക്കൻ ഡോളറായി മാറി. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും അമേരിക്കൻ ഡോളറിന് ഇത്രയും പ്രചാരം ലഭിക്കുന്നത്. ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം അക്കാലത്ത് ബ്രിട്ടീഷ് പൗണ്ടിനായിരുന്നുവെങ്കിൽ അതിനു പകരം അമേരിക്കൻ ഡോളർ അത് കൈക്കലാക്കി. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടുനിന്നില്ല. 1929 ലോകത്താകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചത് അമേരിക്കയിലായിരുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി വന്ന സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. യൂറോപ്പിന് പുറത്ത് പുതിയൊരു സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടുനിന്നില്ല. 1929 ലോകത്താകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിലായിരുന്നു ആരംഭിച്ചത്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന്. യുദ്ധം മൂലം പാപ്പരായ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. യുദ്ധം മൂലം പാപ്പരായ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. അപ്പൊ അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, യുദ്ധം പാപ്പരാക്കിയ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നടിഞ്ഞു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമാവുകയും ചെയ്തു. പഠിക്കുക. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് കറുത്ത വ്യാഴാഴ്ച. നമുക്ക് നോക്കാം എന്താണ് കറുത്ത വ്യാഴാഴ്ച എന്ന്. 1929 ഒക്ടോബർ 24 വർഷം പഠിച്ചോളനെ. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്ന പേരാണ് കറുത്ത വ്യാഴാഴ്ച.
1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പനികളിൽ ഉണ്ടായ തകർച്ച അറിയപ്പെടുന്ന പേരാണ് കറുത്ത വ്യാഴാഴ്ച. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞതാണ് കറുത്ത വ്യാഴാഴ്ചയുടെ പ്രത്യേകത. അതുവരെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്കുണ്ടായിരുന്ന ഓഹരികള് ഒരൊറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്തു? തകർന്നടിഞ്ഞു. ഇതിനെയാണ് കറുത്ത വ്യാഴാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേരുടെ ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിന്റെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പന്നം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. അപ്പോൾ ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഓൾറെഡി അമേരിക്കയിൽ നിന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരുപാട് തുക വായ്പയായിട്ട് വാങ്ങിച്ചില്ലേ സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ അവരിതെന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപാദനം എന്ത് ചെയ്തു? കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. സാമ്പത്തിക മാന്ദ്യം മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗമാണ് തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നത്. സാമ്പത്തിക മാന്ദ്യം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം എന്തെന്ന് ചോദിച്ചാൽ തങ്ങളുടെ കൈവശമുള്ള കോളനികളിലെ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധവും സിനിമയുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിന്റ് പോലും നമ്മൾ കളയരുത്. അതുകൊണ്ട് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം പഠിക്കണം. ഒന്നാം ലോക മഹായുദ്ധവും സിനിമയും. ഒന്നാം ലോക മഹായുദ്ധത്തിൽപ്പെട്ട ഫ്രഞ്ചുകാരുടെ കഥ പറയുന്ന ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പെട്ടുപോയ ഫ്രഞ്ച് സൈനികരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. ഗ്രാൻഡ് ഇല്യൂഷൻ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ യാങ് റെനോയാണ്. പഠിക്കുക. ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ യാങ് റെനോയാണ്. ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിന്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും അവ പിന്നെ കണ്ടെടുക്കപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം ചൂടുപിടിച്ചുകൊണ്ട് മൈൽസ്റ്റോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം ചൂടുപിടിച്ചുകൊണ്ട് മൈൽസ്റ്റോൺ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ആ ചിത്രത്തിന്റെ പേരൊന്നുകൂടി പറയാം. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ട് സ്റ്റാലിൻ കുബ്രിക്ക് സംവിധാനം ചെയ്ത ചിത്രമാണ് പാത്ത് ഓഫ് ഗ്ലോറി. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ട് സ്റ്റാലിൻ കുബ്രിക്ക് സംവിധാനം ചെയ്ത ചിത്രമാണ് പാത്ത് ഓഫ് ഗ്ലോറി. ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്നാം ലോക മഹായുദ്ധവും സിനിമയുമാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഒന്നാം ലോക മഹായുദ്ധത്തിൽപ്പെട്ട ഫ്രഞ്ച് പൗരന്മാരുടെ അല്ലെങ്കിൽ ഫ്രഞ്ച് സൈനികരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. ഗ്രാൻഡ് ഇല്യൂഷൻ ചിത്രത്തിന്റെ സംവിധായകൻ യാങ് റെനോയാണ്. ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിന്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും അവ കണ്ടെടുക്കപ്പെട്ടു. ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിന്റുകൾ ആരാ നശിപ്പിച്ചത്? നാസികളാണ് നശിപ്പിച്ചുവെങ്കിലും അത് തിരിച്ച് കണ്ടെടുക്കപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം ചൂടുപിടിച്ചുകൊണ്ട് മൈൽസ്റ്റോൺ എന്ന വ്യക്തി സംവിധാനം ചെയ്ത ചിത്രമാണ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ട് സ്റ്റാലിൻ കുബ്രിക്ക് സംവിധാനം ചെയ്ത ചിത്രമാണ് പാത്ത് ഓഫ് ഗ്ലോറി. എന്താണ് പാത്ത് ഓഫ് ഗ്ലോറി? പഠിക്കുക. മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യന് ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടുകൂടി ജനങ്ങൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കയില്ല. ഇങ്ങനെ പറഞ്ഞത് ചാർലി ചാപ്ലിൻ ആണ്. ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്ററ്റർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള സിനിമയിൽ നിന്നുള്ള ഭാഗമാണിത് കേട്ടോ. അപ്പൊ പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചാർലി ചാപ്ലിൻ അഭിനയിച്ച ചിത്രമാണ് ദ ഗ്രേറ്റ് ഡിക്റ്ററ്റർ എന്നുള്ളത്. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ആരുടെ ചിത്രമാണ് ദ ഗ്രേറ്റ് ഡിക്റ്ററ്റർ എന്ന്? അപ്പോൾ ദ ഗ്രേറ്റ് ഡിക്റ്ററ്റർ ആരുടെ ചിത്രമാണ് സുഹൃത്തുക്കളെ? ചാർലി ചാപ്ലിന്റേതാണ്. ഇതിന്റെ ഇതിവൃത്തം എന്തെന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധമാണ്. അതുകൂടി അങ്ങ് പഠിച്ചിരിക്കുക. അപ്പോൾ അതിൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ചാർലി ചാപ്ലിൻ മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യനെ ദുരന്തമായി പരിണമിച്ചത്.
മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്ത അധികാരം ഈ ഏകാധിപതികൾ മരണമടയുന്നതോടുകൂടി ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കയില്ല എന്ന് പറഞ്ഞതാരാണ്? ചാർലി ചാപ്ലിൻ ആണ്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയിലാ സുഹൃത്തുക്കളെ പറഞ്ഞത്? ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്നുള്ള സിനിമയാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ചത് ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ചാർലി ചാപ്ലിന്റെ ചിത്രമാണ്. ഈ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്നുള്ള ചിത്രത്തിന്റെ ഇതിവൃത്തം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം ലോക മഹായുദ്ധമാണ്. ഒന്നാം ലോക മഹായുദ്ധവും പുതിയ ആശയങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധവും പുതിയ ആശയങ്ങളും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയിൽ ഉടലെടുത്ത ആശയമായിരുന്നു നാസിസം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഇറ്റലിയിൽ രൂപം കൊണ്ട ആശയമായിരുന്നു ഫാസിസം. ഫാസിസം നമ്മൾ പറയും, യഥാർത്ഥത്തിൽ ഫാഷിസമാണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഇറ്റലിയിൽ രൂപം കൊണ്ട ആശയമായിരുന്നു ഫാഷിസം. ഫാസിസം എന്നും പറയും, കൃത്യമായി പറയുന്നത് ഫാഷിസം എന്നാണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഇറ്റലിയിൽ രൂപം കൊണ്ടത് ഫാഷിസവും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയിൽ ഉടലെടുത്ത ആശയം ഏതാണ്? നാസിസവുമാണ്. യുദ്ധത്തിന്റെ വിജയിച്ചവരുടെ പ്രതികാര മനോഭാവവും ലക്ഷ്യബോധമില്ലായ്മയും തുടങ്ങിയ ഘടകങ്ങൾ പുതിയ ആശയങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കി. അപ്പോൾ പുതിയതായിട്ടുള്ള ആശയങ്ങളുടെ രൂപീകരണത്തിന് അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവവും ലക്ഷ്യബോധമില്ലായ്മയുമായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പറയുന്ന ഫാസിസം അല്ലെങ്കിൽ ഫാഷിസത്തെ പറ്റിയാണ് കേട്ടോ. ഈ നമ്മളെ ഫാഷിസം എന്ന് പറയണം കേട്ടോ. ഫാസിസം അല്ലെങ്കിൽ ഫാഷിസം. ലാറ്റിൻ മതമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഈ ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിന്റെ അധികാര ചിഹ്നമായിരുന്നു ഇത്. പുരാതന റോമിന്റെ അധികാര ചിഹ്നമായിരുന്നു ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുക. ലാറ്റിൻ പദമായ ഫാസിസം എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിന്റെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു ഇത്. പഠിക്കുക. ഫാഷിസത്തിന്റെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫാഷിസത്തിന്റെ അല്ലെങ്കിൽ ഫാസിസത്തിന്റെ പ്രധാന സവിശേഷതകൾ. ജനാധിപത്യത്തോടുള്ള വിരോധം. ജനാധിപത്യത്തോട് കട്ട വിരോധമാണ്. സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ. ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. കല, സാഹിത്യ, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയ പ്രചാരണം. സൈനിക സ്വേച്ഛാധിപത്യം. എതിരാളികളെയും ഉന്മൂലനമൊക്കെയായിരുന്നു ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫാഷിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ജനാധിപത്യത്തോടും സോഷ്യലിസ്റ്റുകാരോടും അവർക്ക് എതിർപ്പായിരുന്നു. രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു. അവർ വംശമഹിമ ഉയർത്തിപ്പിടിച്ചു. യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു. തീവ്രദേശീയത പ്രചരിപ്പിച്ചു. ഭൂതകാലത്തെ പ്രകീർത്തിച്ചു. കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവരുടെ ആശയങ്ങൾക്ക് പ്രചരണം നടത്തി. സൈനിക സ്വേച്ഛാധിപത്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെയും ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ആരാണ് ഈ ഫാഷിസം? ഇത്രയുമായിരുന്നു ഫാഷിസത്തിന്റെ സവിശേഷതകൾ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മുസോളിനിയും ഫാഷിസവും. അല്ലെങ്കിൽ ഫാസിസം എന്ന് പറഞ്ഞാൽ തന്നെ മുസോളിനി എന്നാണ് നമ്മുടെ വായി വരുന്നത് അല്ലെ. അപ്പൊ ഫാഷിസവും മുസോളിനിയും. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന പോലെയാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? മുസോളിനി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പുരുഷന് യുദ്ധം എന്ന പോലെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എങ്ങനെയാണോ അതുപോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? മുസോളിനിയാണ്. ഇറ്റാലിയൻ ഫാഷിസത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് മുസോളിനി. ഇറ്റാലിയൻ ഫാസിസത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് മുസോളിനിയാണ്. ഇറ്റാലിയൻ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായി നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച,
തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി. യുദ്ധാനന്തര കാലത്ത് വ്യവസായങ്ങളുടെ തകർച്ച സംഭവിച്ചു, തൊഴിലില്ലായ്മ ഉണ്ടായി, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോ നമ്മളിവിടെ നോക്കിയത് മുസോളിനിയും ഫാഷിസവുമാണ്. പുരുഷനെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി മുസോളിനിയാണ്. ഇറ്റാലിയൻ ഫാഷിസത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ മുസോളിനി. ഇറ്റാലിയൻ ഫാഷിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ കാരണം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ട് ഇറ്റലിക്ക് കാര്യമായി നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. യുദ്ധാനന്തര കാലഘട്ടത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കും. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൊണ്ടുവന്നു. ഇറ്റലിയില് അധികാരത്തിലേറിയ മുസോളിനി വെറുതെ ഇരുന്നില്ല. പുള്ളിക്കാരൻ ആദ്യം എന്താ ചെയ്തത്? രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൊണ്ടുവന്നു. അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. പഠിക്കുക, അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രീയ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളി കർഷക നേതാക്കളെയും രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിന്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോ പ്രാചീന റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് പ്രാചീന റോമൻ ഭരണത്തിന്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുസോളിനി രൂപം കൊടുത്ത സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ തന്നെ മനസ്സിലങ്ങ് കയറ്റിക്കോളണേ. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുസോളിനി രൂപം കൊടുത്ത സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ടുകൾ. ഇപ്പോ ബ്ലാക്ക് ഷർട്ടുകൾ അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ ആരാണ് രൂപം കൊടുത്തത്? മുസോളിനിയാണ്. മുസോളിനി എത്യോപ്യ, അൽബേനിയ എന്നീ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മുസോളിനി എത്യോപ്യ, അൽബേനിയ എന്നീ രാജ്യങ്ങൾ എന്ത് ചെയ്തു? പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇറ്റാലിയൻ അധികാരത്തിലേറിയ മുസോളിനി വെറുതെ ഇരുന്നില്ല. പുള്ളിക്കാരൻ രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലയില് സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൊണ്ടുവന്നു. അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമായിരുന്നു ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകളായിരുന്ന തൊഴിലാളികളെയും കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രീയത്തിന്റെ ശത്രുക്കളായി അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ തന്നെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ യഥേഷ്ടം എന്ത് ചെയ്തു? വധശിക്ഷയ്ക്ക് വിധിച്ചു. പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് പ്രാചീന റോമൻ ഭരണത്തിന്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുസോളിനി രൂപം കൊടുത്ത സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. എന്താണ്? കരിങ്കുപ്പായക്കാർ. മുസോളിനി എത്യോപ്യ, അൽബേനിയ എന്നീ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മുസോളിനി എത്യോപ്യ, അൽബേനിയ എന്നീ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലി യുദ്ധം തുടരുന്ന വേളയിൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷത്തിലേക്ക് കൂറുമാറുകയും അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തിലാകുകയും ചെയ്തു. വെറുതെ അല്ല കേട്ടോ ഇറ്റലിക്ക് ഒന്നും കിട്ടാത്തത്. ആദ്യ സമയത്ത് അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ത്രികക്ഷി സൗഹാർദ്ദത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലി, എന്നാൽ യുദ്ധം തുടരുന്ന വേളയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു പകുതി ഘട്ടമായപ്പോൾ മനസ്സിലായി ഈ ത്രികക്ഷി സൗഹാർദ്ദത്തിന് വിജയിക്കാൻ കഴിയില്ല എന്ന്. നൈസിന് എന്ത് ചെയ്തു? ഇറ്റലി ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷത്തേക്ക് എന്ത് ചെയ്തു? കൂറുമാറുകയും ഇങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്താവുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഇറ്റലിക്ക് കാര്യമായുള്ള ലാഭം ഉണ്ടാകാത്തത്. ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തെ കേട്ടോ. ഇതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മെറ്റിയോറ്റി. എന്താ സുഹൃത്തുക്കളെ മെറ്റിയോറ്റി എന്ന് പറഞ്ഞാൽ? നല്ല പുതിയൊരു വാക്കല്ലേ മെറ്റിയോറ്റി. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. അപ്പൊ ഒരു വ്യക്തിയാണ് കേട്ടോ മെറ്റിയോറ്റി. ആരാണ് മെറ്റിയോറ്റി എന്ന് ചോദിച്ചാല് ഇറ്റലിയിലെ പ്രമുഖ
സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരൻ അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. ഫാസിസ്റ്റ് ചിന്താഗതികളെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെ സാധാരണക്കാർക്ക് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്ര എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരാണ് മെറ്റിയോറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാർക്ക് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്ര എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാസിസ്റ്റ് വിരുദ്ധ പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാസിസ്റ്റുകൾ തന്നെ തെരുവിൽ വെച്ച് പിടികൂടി വധിക്കുകയും ചെയ്തു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഹിറ്റ്ലറും നാസിസവും. എന്താണ് ഹിറ്റ്ലറും നാസിസവും? ആദ്യമായിട്ട് ഒരു പ്രശസ്ത വ്യക്തിയുടെ കോട്ടിലൂടെ നമുക്ക് ആരംഭിക്കാം. ഹിറ്റ്ലറും നാസിസവും. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻകാരൻ അല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലായിരുന്നാൽ അപ്പോഴും ഞാൻ പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോയിലാർ എന്നുള്ള വ്യക്തിയുടെ വാക്കുകളാണിത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം ക്രൂരതയാണ് നാസികൾ ഉണ്ടാക്കിയതെന്ന്. ഒന്നുകൂടി പറയാം. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻകാരൻ അല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലായതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? ജർമ്മൻ പുരോഹിതനായ പാസ്റ്റർ മാർട്ടിൻ നിമോളിയർ ആയിരുന്നു. ആരാണ്? പാസ്റ്റർ മാർട്ടിൻ നിമോളിയറുടെ വാക്കുകളായിരുന്നു ഇരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നാസികൾ എന്തുമാത്രം ക്രൂരതയാണ് കാണിച്ചതെന്ന്. നമുക്ക് നോക്കാം. ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പ് എന്നറിയപ്പെടുന്നത് നാസിസമാണ്. പഠിക്കുക. ഫാസിസത്തിന്റെ അല്ലെങ്കിൽ ഫാഷിസത്തിന്റെ ജർമ്മൻ പതിപ്പ് എന്നറിയപ്പെടുന്നത് നാസിസമാണ്. നാസി പാർട്ടിയുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആണ്. നാസി പാർട്ടിയുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആണ്. ഹിറ്റ്ലറെ ജർമ്മൻ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മൻ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി. വേഴ്സായ് സന്ധി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എല്ലാ കുറ്റവും ആരെ മണ്ടയിൽ വെച്ചു കൊടുത്തു? ജർമ്മനിയുടെ മണ്ടയിൽ വെച്ചു കൊടുത്ത സന്ധിയായിരുന്നു അത്. സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ഹിറ്റ്ലറെ ജർമ്മനി അധികാരത്തിലെത്താൻ സഹായിച്ചു. ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട ഹിറ്റ്ലറെ ജർമ്മൻ അധികാരത്തിൽ എത്തിച്ച ഘടകങ്ങൾ കേട്ടോ. അപ്പം 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നെന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് ഉടമ്പടി. രണ്ടാമത് ജർമ്മനിക്കുണ്ടായ ശക്തമായ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. ഇത്രയുമായിരുന്നു ഹിറ്റ്ലറെ ജർമ്മൻ അധികാരത്തിലേറാൻ സഹായിച്ചത്. ഇനി ജർമ്മനിയുടെ അധികാരത്തിലെ ഹിറ്റ്ലർ വെറുതെ ഇരുന്നോ സുഹൃത്തുക്കളെ? ഇല്ല. ജർമ്മനിയിൽ നിലവിൽ നിന്നിരുന്ന ഭരണകൂടത്തെ പുറംതള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായി കണ്ടത് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയുമായിരുന്നു. ഇവരെ ഒന്നോടെ കൊന്നൊടുക്കുകയായിരുന്നു ഹിറ്റ്ലർ ചെയ്തത്. ഹിറ്റ്ലർ അപ്പോൾ വെറുതെ ഇരുന്നില്ല. ഹിറ്റ്ലർ എന്താ ചെയ്തത്? ജർമ്മനിയിൽ നിലനിന്നിരുന്ന ഭരണകൂടത്തെ പുറംതള്ളിക്കൊണ്ടാണ് ഹിറ്റ്ലർ എവിടെ എത്തിയത്? ജർമ്മനിയുടെ അധികാരത്തിലെത്തുന്നത്. അധികാരത്തിലെത്തിയതോടുകൂടി നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായി ഹിറ്റ്ലർ തീരുമാനിച്ചത് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും അതുപോലെ ജനാധിപത്യവാദികളെയുമായിരുന്നു. ഇവരെ ഒന്നോടെ കൊന്നൊടുക്കുകയായിരുന്നു ഹിറ്റ്ലർ ചെയ്തത്. പഠിക്കുക. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്ക് കാരണം ജൂതന്മാരാണെന്നും ഹിറ്റ്ലർ ആരോപിച്ചു. ഇതുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. ഇതിനെ ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു. പഠിക്കുക. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹോളോകാസ്റ്റിന്റെ പിന്നിലെ ബുദ്ധിശക്തി ആര് എന്നാണെന്ന് PSC ചോദിച്ചത്. ഉത്തരം ആരാണ്? നമ്മുടെ ഹിറ്റ്ലർ ആണ്. പഠിക്കുക. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്ക് കാരണം ജൂതന്മാരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്യുകയും ഇതിനെ നമ്മൾ എന്താണ് ഹോളോകാസ്റ്റ് എന്ന പേരിൽ പറയുകയും ചെയ്യുന്നു. ഹോളോകാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. നാസിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം കൊടുത്ത സൈനിക വിഭാഗമാണ് തവിട്ടുകുപ്പായക്കാർ. പഠിച്ചോളനെ.
മുസോളിനി എന്താണ്? ബ്ലാക്ക് കുപ്പായക്കാരാണെങ്കിൽ ഹിറ്റ്ലർ എന്താണ്? തവിട്ട് കുപ്പായക്കാരാണ്. പഠിക്കുക. മുസോളിനി നാസിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം കൊടുത്ത സൈനിക വിഭാഗമാണ് തവിട്ട് കുപ്പായക്കാർ. ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട രഹസ്യ സംഘടനയാണ് അല്ലെങ്കിൽ രഹസ്യ സംഘമാണ് ഗെസ്റ്റപ്പോ. ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട രഹസ്യ സംഘം അല്ലെങ്കിൽ സഖ്യം അറിയപ്പെടുന്ന പേരാണ് ഗെസ്റ്റപ്പോ. ഇവരാണ് കേട്ടോ ഹിറ്റ്ലറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ന്യൂസ് കൊണ്ടുവന്ന് ഹിറ്റ്ലറിന് കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈ ഗെസ്റ്റപ്പോകളായിരുന്നു കേട്ടോ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധമായ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഹിറ്റ്ലറാണ്. ഈ കോട്ടങ്ങ് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഹിറ്റ്ലറാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്ക് കാരണം ജൂതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു? പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ വെച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും ഇതിന് ഹോളോകാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. നാസിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം കൊടുത്ത സൈനിക വിഭാഗമാണ് തവിട്ട് കുപ്പായക്കാർ. ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട രഹസ്യ സംഘമാണ് ഗെസ്റ്റപ്പോ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധമായ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഹിറ്റ്ലറാണ്. പഠിക്കുക. ഹിറ്റ്ലർ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിക്കുകയും തൊഴിലാളി സംഘടനകളെ വിലക്കുകയും ചെയ്തു. ഹിറ്റ്ലർ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിക്കുകയും തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു അല്ലെങ്കിൽ വിലക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കുകയും വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുക്കുകയും ചെയ്തു ഹിറ്റ്ലർ. അതിലാണ് കേട്ടോ ഹിറ്റ്ലർ വിജയിച്ചത്. പുള്ളിക്കാരൻ നല്ല കിടിലം ഒരു പ്രാസംഗികനായിരുന്നു. അതുകൊണ്ട് ഈ വേഴ്സായ് സന്ധിയിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥകളെ ജനങ്ങളിൽ പ്രതികാര മനോഭാവമായി വളർത്താനായിട്ട് ആർക്ക് കഴിഞ്ഞു? ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചരണത്തിന് ഉപയോഗിച്ചു. ജനങ്ങളുടെ മനസ്സിൽ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ വിദേശ നയം എന്ത് ചെയ്തു? സ്വീകരിച്ചു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ച ജനങ്ങളുടെ മനസ്സിൽ പ്രതികാര മനോഭാവവും ചൂഷണം ചെയ്തിരുന്ന ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു. ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിക്കുകയും ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിക്കുകയും ചെയ്തു ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഏതൊക്കെ രാജ്യങ്ങളാണ് പിടിച്ചെടുത്തത്? ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും ഹിറ്റ്ലർ പിടിച്ചെടുക്കുകയും അതിനോടൊപ്പം ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി സൈനിക സഖ്യം രൂപീകരിക്കുകയും ചെയ്തു. ആരാണ്? ഹിറ്റ്ലർ. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് വിശദമായിട്ട് ഹിറ്റ്ലറിന്റെ ബാക്കിയുള്ള ക്രൂരതകളും മറ്റു പ്രധാനപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പോയിന്റ്സും പഠിക്കാം. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇത്രയെങ്കിലും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിലാണ് ഇവിടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ വേൾഡ് വാർ 1 അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. സുഹൃത്തുക്കൾ 1-2 തവണ വീഡിയോ കണ്ട് പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.